ഈ അടുത്ത് ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരു കോൾ ചെയ്യുണ്ടായി. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു അച്ഛൻ, ഒരു ഫാദറിന്റെ ഒരു ടോക്ക് കേട്ടിട്ട് ആ വിഷയം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്തത്. സംഭവം കറക്റ്റ് ആയിരുന്നു. എന്താണ് ആ വിഷയം? അച്ഛന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. അമൃത ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ എങ്ങാനും ഒരു ഫോൺ ചെയ്താൽ അവരാദ്യം പറയുന്ന കാര്യം ഓം നമ ശിവായ അമൃത ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞ് അവർ തുടങ്ങത്തുള്ളൂ. അതിനെ തെറ്റില്ല പറയാനുണ്ടോ? തെറ്റില്ല. കാരണം അവരുടെ സ്ഥാപനമല്ലേ. അവരുടെ സ്ഥാപനത്തിലോട്ട് ഒരാൾ സഹായം തേടി, സർവീസ് തേടി വിളിച്ചപ്പോൾ അവർ അവരുടെ ഫെയ്ത്തിനെ, അവരുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്ന നല്ല കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ലൂർദ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ റിസപ്ഷനിലെ പെൺകൊച്ച് ഫോൺ എടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ലൂർദ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് അങ്കമാലി ലിറ്റിൽ ഫോർ കിടക്കുന്നു, ഇതിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഫോൺ ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫോൺ എടുത്തിട്ട് ആദ്യം പ്രൈസ് ദി ലോർഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞത് ഓം നമ ശിവായ അമൃത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ. അതിന്റെ അർത്ഥം ഞാൻ പരമശിവനെ വണങ്ങുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ധാരാളം ഹോസ്പിറ്റലുണ്ട്. അവിടെ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ലിസി ഹോസ്പിറ്റലിൽ, ലൂർദ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ടോക്ക് തുടങ്ങണമെന്നാണ് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ അവിടെ ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നവരെല്ലാവരും അതേ ആചാരത്തിൽപ്പെട്ടവരും അതേ വിശ്വാസം ഉൾക്കൊള്ളുന്നവരുമാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഏതെങ്കിലും സന്തോഷം പങ്കിടാൻ വേണ്ടി വിളിക്കുന്നവരല്ല. രോഗം ഒരു ദുഃഖമാണ്, പ്രയാസമാണ്, ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ്. മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും വിളിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതികരണം അഭിലഷണീയമാണോ എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ മതാചാരങ്ങളെ പിന്തുടരുന്ന വിഷയത്തിൽ ഒരു പടി മുന്നിലാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ. ഇപ്പോൾ എൻ്റെ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ബെൻസീർ ഹോസ്പിറ്റൽ. ഞാൻ ഈ അടുത്ത് അവിടെ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, ഏതാണ്ട് 600ഓളം ബെഡ് സ്പേസ് ഉള്ള റൂമുകളുള്ള, പേഷ്യൻസിന് സൗകര്യമുള്ള ഒരു വിശാലമായ ഹോസ്പിറ്റലാണ് ബെൻസീർ. പഴക്കമുള്ളതാണ്. ആ ബെൻസീർ ഹോസ്പിറ്റലിൻ്റെ ഈ 600 റൂമുകളിലും, എല്ലാ രോഗികൾ കിടക്കുന്ന റൂമുകളിലും അവിടെ ഒരു കുരിശുമുണ്ട്. ആ കുരിശിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ ദേവനായ യേശുദേവന്റെ ആ രൂപവും അതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാ റൂമിലുണ്ട്. ജീവൻ പോലും ഒരുപക്ഷെ ഹോസ്പിറ്റലിലെ റൂമുകളിലാണ് പല ജീവനുകളും പൊലിഞ്ഞു പോകുന്നത്. ഓരോ മതങ്ങൾക്കുമുള്ള ആചാരപ്രകാരം, അവരുടെ മതാചാരപ്രകാരമുള്ള പൂർണ്ണമായ സന്തോഷമുള്ള ഒരു മരണമെന്ന് എല്ലാ മതക്കാരും ചിന്തിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിന് വിഘാതമാകുന്ന, അതിന് പ്രയാസകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റലുകളുടെ മുറ്റത്ത് അല്ലെങ്കിൽ ആ പരിസരങ്ങളിൽ ബിംബങ്ങളില്ലാത്ത, വിശാലമായ ചിത്രങ്ങളില്ലാത്ത ഓരോ ചവിട്ടുപടികളിലും കുരിശിൽ തറച്ചിട്ടുള്ള യേശുദേവന്റെ ചിത്രം കാണാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടവഴികളും ഇടനാഴികളും ഒരു റൂമുകളും ഇല്ല എന്നത് ഒരു വാസ്തവമാണ്. ഞാനതിനെ വിമർശിക്കുകയല്ല, വിലയിരുത്താൻ വേണ്ടി പറയുകയാണ്. ഹോസ്പിറ്റൽ എന്നത് എല്ലാ മതക്കാരും അവിടെ വന്ന് സ്വസ്ഥമായി ചികിത്സിക്കുന്ന ഒരിടമായതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.